അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ലെഫ്റ്റ് ഓവർ റൈസ് റെസിപ്പി ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയായിട്ടുള്ള ചപ്പാത്തി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു റെസിപ്പിയാണ് ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കവടയാണ് ചപ്പാത്തി വെച്ചിട്ട്. എല്ലാവരുടെ വീട്ടിലും ചപ്പാത്തി ബാക്കിയാവാറുണ്ടാവുമല്ലോ. ഇനി ഒരു തവണ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ദിയാൻസ് കണ്ണൂർ കിച്ചൻ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ പടം വരും, എന്നിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു 5 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്ക് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത് അത്രയും എടുക്കുക. അതെന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പീസാകുമ്പോഴാണ് നമുക്ക് ഉണ്ടാക്കാൻ നല്ല എളുപ്പമുള്ളത്. അതേപോലെ തന്നെ കഴിക്കാനും നല്ലത് അങ്ങനെയാണ്. ദേ ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള ഞാൻ ചേർക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് കടലമാവ് ചേർക്കുന്നുണ്ട്. അത് മുഴുവൻ ഒരുമിച്ച് ചേർക്കണമെന്നില്ല, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴത്തേക്ക് സ്നാക്കായിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പക്കാവടയുടെ ആ ഒരു പരുവത്തിലേക്ക് ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. ഇത് നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിതുപോലെ ഒരു ഉരുള ഉണ്ടാക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതുപോലെ കുഞ്ഞു ഉരുളയാക്കുക. എന്നിട്ടൊന്ന് കൈ വെച്ചൊന്ന് പരത്തുക. അല്ലാതെ കുറച്ചായിട്ട് പിച്ചിട്ട് കൊടുത്താലും മതിയാവും. ഇനി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കുക. അതൊന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വേവിക്കാനായിട്ട്, കാരണം ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ കുറച്ച് നേരം എടുത്തിട്ട് ഒന്ന് വേവിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പുറം ഭാഗം ക്രിസ്പി ആവുകയുള്ളൂ, ഉള്ളു വേവില്ല. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് പുറം ഭാഗം ഉണ്ടാവും, ഉള്ളിൽ കുഞ്ഞ് സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. നല്ല ടേസ്റ്റിയാണ്. സോസ് കൂട്ടി കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. നല്ല ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ചപ്പാത്തിയൊക്കെ എപ്പോഴും ബാക്കി ഉണ്ടാവുന്ന ഒരു ഐറ്റം അല്ലേ, ചോറ് പോലെ തന്നെ. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ നല്ല കടുപ്പത്തിൽ അതേപോലെ തന്നെ നല്ല മധുരമുള്ള ഒരു കട്ടൻ ചായ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയാം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്കും പറയാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതേ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്, അകം കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ സാധാരണ പക്കവടയൊക്കെ ഇല്ലേ, ഏകദേശം അതേപോലെ തന്നെയാണ്. ഞാൻ ഇതിൽ ഗരം മസാല മാത്രമേ ചേർത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി ചിക്കൻ മസാലയൊക്കെ ചേർക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറന്നു പോകണ്ട. അതേപോലെ തന്നെ ലൈക്കും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.